Hallelujah. ഇന്ന് നമ്മുടെ മധ്യയിൽ ദൈവമുണ്ട്. Hallelujah. Today God is in our midst. Hallelujah. What a joy to be here this morning. Greetings in Jesus' mighty name. ഈ പ്രഭാതത്തിൽ ഇന്ന് ഇവിടെ ആയിരിക്കാൻ എത്ര സന്തോഷമായിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും സ്നേഹവന്ദനം ചെയ്യുന്നു. One of my dear friend in the ministry who served with us in Trotby for many years, he said, I'm going to preach fast, so please listen fast. അതുകൊണ്ട് എൻ്റെ ഒരു ശുശ്രൂഷകൻ, എൻ്റെ സഹപ്രവർത്തകൻ ട്രോട്ട്ബിയിലുള്ളത്, അദ്ദേഹം പറയുക എങ്ങനെയായിരുന്നു, ഞാൻ പെട്ടെന്ന് പ്രസംഗിക്കാൻ പോവുകയാണ് വേഗത്തിൽ, അതുകൊണ്ട് വേഗത്തിൽ ശ്രദ്ധിക്കുക. Amen. So everybody pay close attention. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക. Before I get into the message, greetings to all of you in Jesus' mighty name. ഞാൻ ഈ ദൂതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാകെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. What a joy to meet my family here. എൻ്റെ കുടുംബത്തെ ഇവിടെ കാണുവാൻ കഴിഞ്ഞ എത്ര വലിയ സന്തോഷമാണ്. We love you all, we miss you all, and we pray for you. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ മിസ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. And some people are telling me, Pastor, people here miss you more than you miss them. ചിലർ പറയുകയുണ്ടായിരുന്നു, പാസ്റ്റർ ഞങ്ങളെ മിസ് ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾ നിങ്ങളെ അധികമായി മിസ് ചെയ്യുന്നു. That is because no, forget that. That doesn't matter. We all miss each other. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യുന്നു. This morning I have a very important word, but before that I want to bring greetings for my family. We're praying for you and from the church in Dubai. ഈ പ്രഭാതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ദൂത് എനിക്ക് പങ്കുവയ്ക്കുവാനുണ്ട്. അതിനു മുമ്പാകെ ചർച്ചിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നുമുള്ള സ്നേഹ വന്ദനം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. I don't know how time went, but this October 1st we are celebrating our first anniversary at the church in Dubai. സമയം പെട്ടെന്ന് കടന്നുപോയി. ഈ ഒക്ടോബർ 1-ാം തീയതി ദുബായിലെ സഭയുടെ ആദ്യത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. By God's mercy and grace, the church is growing, and we have just come. We're touching into 100 people now as the church is gathering over there. ദൈവത്തിന്റെ കൃപയാൽ അവിടെ സഭ വളരുന്നു. ഇപ്പോൾ ഏകദേശം 100ഓളം പേർ ഈ സമയത്ത് അവിടെ സഭയിൽ ആരാധിക്കാനാവുകയാണ്. On a regular basis. Regular ആയിട്ട്. It is the mercy of God. ദൈവത്തിന്റെ കരുണയാകും. And it is also the assignment and the season of God. അത് ദൈവത്തിന്റെ കാലവും ദൈവത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാകുന്നു. Hallelujah. Hallelujah. This morning, let's turn our Bibles to 2 Timothy chapter 2 and verse 15. ഈ പ്രഭാതത്തിൽ 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 15-ാം വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. And I want us to read quickly. Be diligent to present yourself approved to God as a worker who does not need to be ashamed, accurately handling the word of truth. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. Accurately handling the word of truth. വളരെ കൃത്യതയോടുകൂടെ ദൈവവചനത്തെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി. This morning I want to share a message that is called the importance of rightly dividing the word. ഈ പ്രഭാതത്തിൽ ഞാൻ ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ദൂത് എന്ന് പറയുന്നത് ദൈവവചനത്തെ കൃത്യമായി അല്ലെങ്കിൽ ശരിയായി വിവേചിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാകും. Whether we know it or not, if we read the Bible, we are interpreting the Bible. നമുക്ക് അറിയാമെങ്കിലും ശരി, അറിയില്ല എങ്കിലും ശരി, നമ്മൾ തിരുവചനം വായിക്കുന്നുവെങ്കിൽ നാം അതിനെ വ്യാഖ്യാനിക്കുന്നു. Anything you are reading, you are interpreting. നാം എന്ത് വായിക്കുന്നോ നാം അതിനെ വ്യാഖ്യാനിക്കുന്നു. And we are interpreting based on the lenses we have. നമുക്ക് ഉള്ള ലെൻസിന്റെ അടിസ്ഥാനത്തിലാകുന്നു നാം അതിനെ വ്യാഖ്യാനിക്കുന്നു. If you come from a particular part of society, നിങ്ങൾ ഒരു സമൂഹത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഭാഗത്ത് നിന്ന് വരുന്നുവെങ്കിൽ, and in the newspaper you read about another particular part of society, ആ സമൂഹത്തിന്റെ മറ്റൊരു കാര്യത്തെക്കുറിച്ച്, മറ്റൊരു ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ പത്രത്തിൽ, you'll naturally interpret it from where you come. നിങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് വരുന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കും. You may interpret as people for you or against you. ഒരുപക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ആ വ്യക്തികൾ എനിക്ക് എതിരാണ് അല്ലെങ്കിൽ എന്നോടൊപ്പമാണ് എന്ന് ചിന്തിക്കുമായിരിക്കാം. Interpretation is very important. വ്യാഖ്യാനം സുപ്രധാനമാണ്. Because the word of God is supreme. കാരണം തിരുവചനം എന്ന് പറയുന്നത് പരമോന്നതമാണ്. Hebrews and chapter 1 verse 3 says that he upholds everything by the word of his power. എബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം പറയുന്നത് സകലവും ദൈവം തന്റെ വചനത്തിന്റെ ശക്തിയാൽ വഹിക്കുന്നു. Everything in heaven and earth upheld by the word of his power. സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകലതും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ വഹിച്ചുകൊള്ളുന്നു. His word is supreme. There is no other way about it. ദൈവത്തിന്റെ വചനം പരമോന്നതമാണ്. അതിനെക്കുറിച്ച് മറ്റൊരു ചിന്തയില്ല. Hebrews and chapter 4 verse 12 says there is life in the word of God. എബ്രായ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. The word of God is living and active. It is sharper than any two-edged sword cutting through the bone and marrow. ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുവാൻ കഴിവുള്ളതാണ്. The word of God is alive and active. തിരുവചനം ജീവനുള്ളതും ചൈതന്യമുള്ളതുമാണ്. That is why when his word gets inside our heart, it convicts us. അതുകൊണ്ടാകുന്നു ഈ വചനം നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത് നമുക്ക് പാപബോധം കൊണ്ടുവരും. I love the conviction of the word. ദൈവത്തിന്റെ വചനം നൽകുന്ന പാപബോധം എനിക്ക് വളരെ ഇഷ്ടമാണ്. I many times tell Lord, convict
convict me with your word. പല സമയത്തും ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ അങ്ങയുടെ വചനത്താൽ എനിക്ക് പാപബോധം കൊണ്ടുവരണമേ. Many people want to be convinced about the word. പല വ്യക്തികൾക്കും ഈ വചനത്തെക്കുറിച്ച് ഒരു ബോധ്യമാണ് വരാൻ Many ആഗ്രഹിക്കുന്നത്. people want to be informed about the word. പല വ്യക്തികൾക്കും വചനത്തെക്കുറിച്ചുള്ള അറിവാണ് ആഗ്രഹിക്കുന്നത്. But I want to be convicted and transformed by the word. എന്നാൽ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വചനത്താൽ ഞാൻ പാപബോധത്തിലൂടെ കടന്നുപോയി ഞാൻ രൂപാന്തരപ്പെടണം. The word gives leadership. തിരുവചനം നമുക്ക് ആവശ്യമായിരിക്കുന്ന നേതൃത്വം നൽകുന്നു. The Bible says in Acts 20:32, Paul is telling the elders of Ephesians, and now I commend you to God and to the word of his grace. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 32-ാമത്തെ വാക്യത്തിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാകുന്നു, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കും. His word is supposed to give us leadership. ദൈവത്തിന്റെ വചനം നമുക്ക് നേതൃത്വം നൽകേണ്ടതാണ്. Because the Bible says in John 1, in the beginning was the word was with God, and the word was God. കാരണം യോഹന്നാന്റേതായിട്ടുള്ള സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 1-ാമത്തെ വാക്യം തന്നെ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. And the word became flesh and dwelt among us, verse 14. 14-ാമത്തെ വാക്യം പറയുന്നത്, വചനം ജഡമായി തീർന്ന നമ്മുടെ ഇടയിൽ പാർത്തു. The word is our leader. Jesus is our leader. യേശു ക്രിസ്തു നമ്മുടേതായിട്ടുള്ള നേതാവാകുന്നു, വചനം നമ്മെ And നയിക്കുന്നു. that is why when God has given us the word of God, it must not be casually taken. അതുകൊണ്ടാകുന്നു ദൈവം നമുക്ക് ഈ വചനം തന്നിരിക്കുമ്പോൾ അതിനെ ലാഘവത്തോടുകൂടെ നാം എടുക്കരുത്. We must love the word of God. നാം ദൈവവചനത്തെ സ്നേഹിക്കണം. Listen to me, you must love the word of God more than you love your pastor. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററിനെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ ദൈവവചനത്തെ സ്നേഹിക്കേണ്ടതാകും. Or your pet preacher on YouTube. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ പ്രസംഗകൻ യൂട്യൂബിലുണ്ട്, അദ്ദേഹത്തെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ വചനത്തെ സ്നേഹിക്കണം. That the gospel becomes about being nice to people rather than repenting and living as disciples of Jesus ഈ Christ. സുവിശേഷം എന്ന് പറയുന്നത് വ്യക്തികളോട് നല്ല രീതിയിൽ ഇടപെടുന്നതിനെ കുറിച്ചാകുന്നു, അല്ലാതെ പാപത്തിൽ നിന്ന് അനുതപിച്ച് യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പലപ്പോഴും. 2 Corinthians 2:15. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 15-ാമത്തെ വാക്യം, The Bible says, be diligent to present yourself approved to God. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകും. 2 Corinthians 2:15. Timothy. I'm sorry. 2 Timothy 2:15. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 15-ാമത്തെ വാക്യം പറയുന്നത്, ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. Be diligent, which means you must put effort to be approved by God, being known as a man who accurately handles the word. ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ കഠിനമായി അധ്വാനിച്ചുകൊണ്ട് തിരുവചനത്തെ യഥാർത്ഥമായി വ്യാഖ്യാനിക്കുന്ന വ്യക്തിയാകണം. Years ago, I went to a house of a very beloved family. വർഷങ്ങൾക്ക് മുമ്പാകെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലെ ആ ഭവനത്തിലേക്ക് പോവുകയാണ്. That auntie is like a mother to me, and the family is very close to us. ആ ആന്റി എനിക്കൊരു അമ്മയെ പോലെയാണ്, വളരെ സ്നേഹിക്കുന്ന കുടുംബമാണ്. So one day I went to their house. I'm talking about 25 years ago. I went to their house and walked into the kitchen. Auntie was washing the dishes. 25 വർഷങ്ങളോളം മുമ്പുള്ള ഒരു കാര്യമാണ്. ഞാൻ ആ ഭവനത്തിൽ ചെന്ന ആന്റി അപ്പോൾ പാത്രങ്ങൾ കഴുകുകയായിരുന്നു. So I asked her, what happened? You're looking sad. ഞാൻ ചോദിച്ചു ആന്റിയോട് എന്ത് പറ്റി, ഒരു വിഷമം. She wouldn't tell me. She said, അപ്പം ആന്റി ഒന്നും മിണ്ടാതെ എന്നോട് ഇങ്ങനെ മൂളുക മാത്രം ചെയ്തു. So I knew there's something wrong in the house. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ട്. And she said, അപ്പം അങ്ങോട്ട് നോക്കുക എന്നുള്ള രീതിയിൽ എന്തോ ഒരു മൂളൽ. And her daughter-in-law was in the bedroom and the door was locked. മരുമകളാണെങ്കിൽ ബെഡ്റൂമിൽ കുറ്റിയിട്ട് അകത്ത് ലോക്ക് ചെയ്ത് കിടക്കുക. So I understood this was a mother-in-law daughter-in-law problem. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മരുമകളും അമ്മായിയമ്മയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. I went to their bedroom. I knocked the door and I said, excuse me sister, come out. അപ്പം ഞാൻ ആ ബെഡ്റൂമിൽ വാതിലിൽ മുട്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദരി ഒന്ന് പുറത്ത് വരാമോ എന്ന് She ചോദിച്ചു. opened the door, she saw me and she came out. അപ്പോൾ വാതിൽ തുറന്ന് എന്നെ കണ്ട് പുറത്തേക്ക് വന്നു. And then we both sat in the hall and I said, what is the problem? അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് ആ ഹാളിൽ ഇരുന്ന് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? She started crying. അവൾ കരയുവാൻ തുടങ്ങി. Nobody understands what I'm going through. ഞാൻ കടന്നു പോകുന്നത് ആർക്കും എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. Only Jesus understands. യേശു മാത്രമേ മനസ്സിലാക്കുന്നു. And then suddenly she said, പെട്ടെന്ന് അവൾ പറയുകയാണ്, I was reading the Bible. ഞാൻ തിരുവചനം വായിച്ചു. Jesus told me, യേശു എന്നോട് പറഞ്ഞു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയും. Be still and know that I am God. So last 3 days she hasn't spoken to her mother-in-law. അതുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് അമ്മായി അമ്മയോട് സംസാരിച്ചിട്ടില്ല. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയും. Be still and know that I am God. See, when you begin to interpret scripture like this, you will be an unhappy Christian. ഇതുപോലെ നിങ്ങൾ തിരുവചനം വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷമില്ലാത്തൊരു ക്രിസ്ത്യാനിയായി മാറും. More than that, you will not be an approved worker rightly dividing the word of
God. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവവചനത്തിൻ്റെതായിട്ടുള്ള ആ സത്യത്തെ യഥാർത്ഥമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാകുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. This is the problem. When you read the Bible and in the Malayalam version it said mindadirunnu means mindadirunnu. അപ്പോൾ നാം വചനം വായിക്കുമ്പോൾ ഈ ഒരു പ്രശ്നവുമുണ്ട്, മലയാളത്തിൽ മിണ്ടാതിരുന്ന എന്നുള്ള അർത്ഥമാകുന്നു. But the actual translation is stop striving and know that I am God. എന്നാൽ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ പ്രയാസപ്പെടുന്നത്, ഭാരപ്പെടുന്നത് നിങ്ങൾ നിർത്തി ഞാൻ ദൈവമെന്ന് മനസ്സിലാക്കുക. Stop struggling and fighting with one another and rest and trust God. God will take care of it. നിങ്ങൾ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രയാസത്തിലായിരിക്കുന്നത് നിങ്ങൾ നിർത്തി നിങ്ങൾ ദൈവത്തിൽ വിശ്രമിച്ച് ആശ്രയിച്ച് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നുള്ളതായിരുന്നു അതിന്റെ അർത്ഥം. So when we stand in trust of God, we don't lock ourselves in the room. We come out of the room now knowing that even though I misunderstood, God is in control. I can rejoice. അതുകൊണ്ട് നാം അപ്രകാരമായിരിക്കുമ്പോൾ നാം ഒരിക്കലും വാതിലടച്ച് അല്ലെങ്കിൽ മുറിയിൽ ഇരിക്കുകയില്ല. നാം പുറത്തു വന്ന് ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നാം കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് മുന്നേറും. But when you read that scripture, it's a translation already there that you understand in your normal reading. എന്നാൽ നിങ്ങൾ അത് വായിച്ചപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആ തർജ്ജമ മുഖാന്തരം തന്നെ അതിന്റെ അർത്ഥം മാറിയിരിക്കുന്നു. So that is why every one of us must be keen students of God's word. അതുകൊണ്ടാകുന്നു ഈ ദൈവവചനം നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം നാം ഓരോരുത്തരും. In the Bible, when you study the Bible, there are 3 levels of theology that I see. തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ 3 നിലവാരത്തിലുള്ള ദൈവശാസ്ത്രമുണ്ട്. First level of theology is what I call the foundational level. ഏറ്റവും ആദ്യത്തെ നിലവാരം എന്ന് പറയുന്നത് അടിസ്ഥാനം. Everybody is clear about it. എല്ലാവർക്കും അതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. Jesus Christ is Lord. യേശുക്രിസ്തു കർത്താവാകുന്നു. No debate about it. അതിനെക്കുറിച്ച് യാതൊരു There is ചർച്ചയും no shades of thinking about it. അതിനെക്കുറിച്ച് വേറെ വ്യത്യസ്തമായുള്ള കാഴ്ചപ്പാടുകൾ ഒന്നുമില്ല. There is no other name in heaven or earth by which a man shall be saved. ഒരു മനുഷ്യന് രക്ഷയ്ക്ക് ഉതകുന്നതായിട്ടുള്ള മറ്റൊരു നാമം സ്വർഗ്ഗത്തിലോ ഭൂമിയിലോ ഒന്നുമില്ല. There is no debate about it. അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയുമില്ല. This is what we call the foundational level of theology. ഇത് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിലവാരം എന്ന് പറയുന്നത്. A second level of theology is what I call the perception level. രണ്ടാമതായിട്ടുള്ള ആ ദൈവശാസ്ത്രത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താരീതിയിലുള്ള അല്ലെങ്കിൽ കാഴ്ചപ്പാട്. When one person looks at it, he sees it in one way. Another person looks at it, he sees it in another way. ഒരു വ്യക്തി അതിനെ വീക്ഷിക്കുമ്പോൾ അത് ഒരു രീതിയിലാണ്, എന്നാൽ മറ്റൊരു വ്യക്തി അതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. If you are a husband and wife, you've been married, you know that quite well. The way your husband looks at it and the way you look at it is totally different. നിങ്ങൾ ഒരു ഭർത്താവ് നിങ്ങൾ ഭാര്യയുമായ നിങ്ങൾ വിവാഹിതരായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു കാര്യത്തെ തന്നെ ഭർത്താവ് കാണുന്നതും ഭാര്യ കാണുന്നതും വളരെ വ്യത്യസ്തമായാണ്. Because that's perspective. കാരണം അത് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണത്തിൻ്റെതായിട്ടുള്ള കാര്യമാണ്. The angle in which you saw it looks different. നിങ്ങൾ നോക്കുന്നതായിട്ടുള്ള ആ ദിശയിൽ അത് വ്യത്യസ്തമാണ്. And this is why we have many denominations. അതുകൊണ്ടാകുന്നു നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സമുദായങ്ങൾ അല്ലെങ്കിൽ ഡിനോമിനേഷൻസ്. Even within the theological circles there is no agreement because of perception. ദൈവശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ആ വൃത്തത്തിൽ തന്നെ പലപ്പോഴും ഒരു ഒരുമയില്ലാത്ത കാര്യങ്ങളുള്ളത് ഈ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നത് കൊണ്ടാണ്. If you are a parent, you have children. നിങ്ങൾ മാതാപിതാക്കളാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കൾക്കുണ്ട്. And when children, 2 of them come to you, they're fighting with each other. Both of them want justice from you. മക്കൾ രണ്ടുപേരും വഴക്ക് കൂടുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും നിങ്ങളിൽ നിന്ന് ന്യായം വേണം. One will come and say, but they did like that, and the other one will say, it wasn't like that, the story is like this. ഒരു വ്യക്തി പറയും അല്ലെങ്കിൽ ഒരു മകൻ പറയും, അതായത് അവൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്തു. രണ്ടാമത്തെ കുഞ്ഞ് പറയും, അല്ല കഥ ഇങ്ങനെയല്ല ഇങ്ങനെയാണ്. Both of them are looking from their perspective and have built a denomination in their house based on what they see. രണ്ടുപേരും അവരുടേതായ രീതിയിൽ നോക്കിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ഭവനത്തിൽ അവരുടെ ഡിനോമിനേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. That is why God wants us to read the word. അതുകൊണ്ടാകുന്നു ദൈവത്തിന്റെ ആഗ്രഹം നാം വചനം വായിക്കണം, Study the word. തിരുവചനം പഠിക്കണം, Meditate the word. അത് ധ്യാനിക്കണം, Believe the word. വചനം വിശ്വസിക്കണം, Confess the word. വചനം ഏറ്റുപറയണം, Humble down in front of the word and obey the word. വചനത്തിന് മുമ്പാകെ താഴ്മപ്പെട്ട് അനുസരിക്കണം. But for all of this we need the Holy Spirit to help us understand the word. ഇതിന് എല്ലാറ്റിനുമായിട്ട് ഈ വചനത്തെ ശരിയായി വ്യാഖ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. Why are there so many denominations? എന്തുകൊണ്ടാണ് ഒരുപാട് ഡിനോമിനേഷൻസ് And every new denomination that starts, they begin to have sub-denominations. ഓരോ പുതിയ ഡിനോമിനേഷൻ തുടങ്ങുമ്പോഴും അതിന് കീഴെ അടുത്ത ഡിനോമിനേഷൻ തുടങ്ങുകയാണ്. And when this happens, if people are confused, what is all this teaching that is there? ഇത് നടക്കുമ്പോൾ വ്യക്തികൾ വലിയ ആശയക്കുഴപ്പത്തിലാണ്. എന്താണ് ഈ പഠിപ്പീര അല്ലെങ്കിൽ ഉപദേശം എന്താണ് സംഭവിക്കുന്നത്? Why is there challenge in understanding these scriptures? എന്തുകൊണ്ടാണ് ഈ വചനം മനസ്സിലാക്കുന്നതിൽ ഇത്രമാത്രം വലിയൊരു ബുദ്ധിമുട്ടുള്ളത്? Let me tell you few reasons why. എന്തുകൊണ്ടാണ് എന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. One, because revelation is
progressively understood. ഒന്ന് എന്ന് പറയുന്നത് ഈ വെളിപ്പാട് എന്ന് പറയുന്നത് നിരന്തരമായി നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. When what we studied A, B, C, D in our kindergarten, നാം ABCD എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള നഴ്സറി ക്ലാസ്സുകളിൽ പഠിച്ചപ്പോൾ we didn't understand at that time ABCD also could be used for algorithms and calculus and for all those things in mathematics. നമുക്കറിയുകയില്ലായിരുന്നു ABCD എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ ആൽഗോരിതവും കാൽക്കുലസിലും ഒന്നും ഉപയോഗിക്കാൻ പറ്റും നമ്മൾ അറിഞ്ഞില്ല. There are some people who will say, use the formulas A plus B the whole squared, and who knows what A and B is. We just knew ABC, A for apple, B for ball. ചിലപ്പോൾ പറയാനുണ്ട് A+B ഹോൾ സ്ക്വയർ എന്ന ആ സൂത്രവാക്യമൊക്കെ ഉപയോഗിക്കുവാനായിട്ട്. എന്നാൽ നമ്മൾ ആ സമയത്ത് പഠിക്കുന്നത് A for apple, B for ball എന്നൊക്കെയാണ്. As years go by, we begin to progressively understand it can also be applied like that. നാം വർഷങ്ങൾ കഴിയുമ്പോൾ മനസ്സിലാക്കുകയാണ് നാം ഈ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയും പ്രയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം. Some people don't want to study scripture because they like the safety of what they know. ചില വ്യക്തികൾക്ക് വചനം പഠിക്കാൻ ഇഷ്ടമല്ല, കാരണം അവർക്ക് ഇത്രത്തോളം പഠിച്ചത് മാത്രം ചെയ്ത് അതിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നാൽ മതി. Jesus saves me, I'm going to heaven, back y'all I don't care. യേശുക്രിസ്തു എന്നെ രക്ഷിച്ചു, ഞാൻ സ്വർഗ്ഗത്തിൽ പോവുകയാണ്, the rest I don't care. Others like the new thing that has come, latest teaching you heard on YouTube. മറ്റുള്ളവർക്കാണെങ്കിലോ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന പുതിയ ഉപദേശമാണ് ഇഷ്ടം. You don't know ABCD, but you are trying to study A plus B the whole squared is equal to A squared plus B squared plus 2AB. നിങ്ങൾക്ക് അപ്പോൾ ABCD അറിയുകയില്ല, പക്ഷേ A+B ഹോൾ സ്ക്വയറിന്റെ ആ സൂത്രവാക്യം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. And then you'll hear there is one church that teaches A squared plus B squared, I'm going there. അപ്പം നമ്മൾ കേൾക്കുകയാണ് ഈ A+B ഹോൾ സ്ക്വയർ മാത്രം പഠിപ്പിക്കുന്ന ഒരു സഭയുണ്ട്, അവിടെ ഞാൻ അംഗമാകാൻ. So they like the latest newest fad. അവർക്ക് ഏറ്റവും പുതിയതായിട്ടുള്ള ഉപദേശമാണ് അവരുടെ പ്രത്യേക രസം. Many times we like to read the Bible based on our convenience. നമ്മുടെ സൗകര്യത്തിന് സഹായകമാകുന്ന രീതിയിൽ വചനം വായിക്കുവാൻ നമുക്ക് ഇഷ്ടമാണ്. Oh, that scripture says you must do like this. ആ വചനം പറയുന്നു നീ ഇങ്ങനെ ചെയ്യണം. Years ago my father and mother, both of them were caught up in a predicament. കുറെ വർഷങ്ങൾക്ക് മുമ്പാകെ എൻ്റെ പിതാവും മാതാവും ഒരു പ്രത്യേക അവസ്ഥയിൽ പെട്ടുപോയി. I decided to go to full time ministry. ഞാൻ പൂർണ്ണസമയ സുവിശേഷ വേലയിലേക്ക് പോകാൻ തീരുമാനിച്ചു. My mother was unhappy. എൻ്റെ അമ്മ അതിനെക്കുറിച്ച് യാതൊരു സന്തോഷവുമില്ല. My mother did not know the Lord like we knew. ഞങ്ങൾ അറിഞ്ഞതുപോലെ എൻ്റെ അമ്മയ്ക്ക് കർത്താവിനെ അറിയുകയില്ല. That Sunday in the traditional church the message was, children obey your parents in the Lord. ആ ആഴ്ചയിലെ ഞങ്ങൾ പോകുന്ന സഭയിലെ ദൂത് എന്ന് പറയുന്നത് മക്കൾ മാതാപിതാക്കളെ ക്രിസ്തുവിൽ അനുസരിക്കുക. She heard only that. അത് മാത്രമേ അമ്മ കേട്ടു. She came to me and he said, did you hear what is preached today? അമ്മ എന്നോട് ചോദിക്കുകയാണ്, ഇന്ന് പ്രസംഗിച്ചത് നീ കേട്ടായിരുന്നു? Bible says listen to your mother. തിരുവചനം പറയുകയാണ് നീ അമ്മയെ അനുസരിക്കുക. Obey her and go live full time ministry, go study to be a doctor. അപ്പം അവളെ അനുസരിച്ചതുകൊണ്ട് ഈ പൂർണ്ണസമയ സുവിശേഷ വേലയുടെ ചിന്തയൊക്കെ വിട്ട് നീ ഡോക്ടർ ആവാൻ പഠിക്കുക. My father heard that. എൻ്റെ അപ്പൻ അത് കേട്ടു. He said, Proverbs says, my son, give heed to the words of your father. അപ്പം അപ്പൻ പറയുകയാണ്, സദൃശവാക്യം പറയുന്നുണ്ട്, മകനെ നീ നിന്റെ അപ്പന്റെ ഉപദേശം അനുസരിക്കുക. പോയി ചെയ്യടാ സുവിശേഷ വേല. സുവിശേഷ വേല പോയി ചെയ്യടാ. You see, this is the problem. We can use scripture to our convenience. നമ്മുടെ സൗകര്യത്തിന് വേണമെങ്കിൽ വചനം ഉപയോഗിക്കുവാൻ കഴിയും. What was my mother looking for? എൻ്റെ അമ്മ എന്തിനു വേണ്ടി ആഗ്രഹിച്ചു? Her son's safety and financial security. തന്റെ മകന്റേതായിട്ടുള്ള സുരക്ഷിതത്വവും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും. What was my father looking for? എൻ്റെ പിതാവ് എന്താ ആഗ്രഹിച്ചു? Son going to fulfill the call of God that my father could not fulfill in his life. എൻ്റെ പിതാവിന് നിവർത്തിച്ച് തീർക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ആ ദൈവവിളി തന്റെ മകനെങ്കിലും തീർക്കണം എന്നുള്ളത്. We look at scripture based on our experiences, our past, our pain and all these problems. നമ്മുടേതായിട്ടുള്ള വേദന, നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടേതായിട്ടുള്ള അനുഭവ പരിചയം ഇതെല്ലാം വെച്ചുകൊണ്ട് നാം നമ്മുടേതായിട്ടുള്ള ഈ വാക്യം വായിക്കുകയാണ്. The word is looked from a critical mindset. ഈ തിരുവചനം എന്ന് പറയുന്നത് പലപ്പോഴും വിമർശനാത്മകമായിട്ടുള്ള ആത്മാവോടെ നാം നോക്കും. If you are a critical person, you will look at the word and you will say അതൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ പ്രാക്ടിക്കലി അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ എപ്പോഴും വിമർശിക്കുന്ന ഒരു വ്യക്തി ആകുന്നുവെങ്കിൽ ആ വചനം വായിക്കുമ്പോൾ you will be saying that actually all these are written but it's not going to be practical. Some people read the word blindly. ചില വ്യക്തികളാണെങ്കിൽ അത് അന്ധമായി വായിക്കും. Command the mountain to be moved and it will move. ആ മലയോട് ഞാൻ മാറാൻ പറയുമ്പോൾ അത് മാറും. And then you will command. അതിനുശേഷം നിങ്ങൾ അത് കൽപ്പിക്കും. When you doesn't move, you will say ഈ പെന്തക്കോസ്തുകാരെല്ലാം കള്ളന്മാരാ, ഞാൻ പോവാ തിരിച്ചെന്റെ. അത് മാറാത്തപ്പോൾ you will say that actually all these Pentecostals are liars, I'm just going back to my old church. Can you see how the ignorance of interpreting God's word is going to affect your eternity? നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ ശരിയായ രീതിയിൽ വചനത്തെ വ്യാഖ്യാനിക്കുവാൻ കഴിയാത്തത് നിങ്ങളുടെ നിത്യതയെ ബാധിക്കുന്നത്? Some follow the word of God by following famous preachers. That preacher said it, so it must be correct. ചിലരാണെങ്കിൽ വചനത്തെ അനുസരിക്കുന്നത് ആ പ്രസിദ്ധനായിട്ടുള്ള പ്രസംഗകൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അത് ശരിയായിരിക്കണം. Billy Graham famous, he didn't speak in tongues, therefore there is no tongues. ബില്ലി ഗ്രഹാം വളരെ പ്രശസ്തനാണ്, അദ്ദേഹം അന്യഭാഷയിലൊന്നും സംസാരിച്ചില്ല, അതുകൊണ്ട്
അതുകൊണ്ട് അന്യഭാഷ കാണത്തില്ല. You base your theology on famous preachers. വളരെ പ്രസിദ്ധരായിട്ടുള്ള പ്രസംഗകരെ ആസ്പദമാക്കി നിങ്ങൾ നിങ്ങളുടെ ദൈവശാസ്ത്രം അടിത്തറയിടുകയാണ്. To obey the word of God, your heart must be positioned in great humility. തിരുവചനം അനുസരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ താഴ്മയുണ്ടാകും. Therefore, I want to talk about 3 titles today that to explain. I'm going to look at only 3 things which are very important. And the first thing I want to talk about in interpreting God's word, I'm not exhaustively covering, but just 3 things. അതുകൊണ്ട് 3 തലക്കെട്ടുകൾ ഈ ഒരു ദൂതനെ സംബന്ധിച്ച് ഈ തിരുവചനം ശരിയായി വ്യാഖ്യാനിക്കുവാൻ ആവശ്യമായിരിക്കുന്നു ഞാൻ പറയുകയാണ്. The first thing I'm going to talk about is called cultural traditions versus biblical commandments. ആദ്യത്തേതായിട്ടുള്ള തലക്കെട്ട് എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള ആചാരങ്ങളും അതോടൊപ്പം തന്നെ അതിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ തിരുവചനത്തിന്റെ കൽപ്പനകൾ. On one side there are commandments in the Bible. ഒരു വശത്ത് തിരുവചനത്തിന്റെ കൽപ്പനകളുണ്ട്. What is commandments in the Bible? എന്താണ് തിരുവചനത്തിലെ കൽപ്പനകൾ? Matthew 22 verse 36 to 40 talks about the 2 great commandments. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 36-ാമത്തെ വാക്യം വലിയ 2 കൽപ്പനകളെ കുറിച്ച് പറയുകയാണ്. 36 to 40 it talks about love God with all your heart and love your neighbor as yourself. 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾ അയൽക്കാരനെയും സ്നേഹിക്കുക. This is the great commandment. ഇത് വലിയ കൽപ്പനയാകും. This is not a cultural tradition. ഇത് ഒരു സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ഒരു പാരമ്പര്യമൊന്നുമല്ല. This is not a convenience opinion. ഇത് സൗകര്യത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായമൊന്നുമല്ല. This is a commandment. ഇത് ഒരു കൽപ്പനയാണ്. About this there is no discussion. ഇതിന് മേളിൽ യാതൊരുവിധമായിട്ടുള്ള തർക്കവുമില്ല. Love God and love people. ദൈവത്തെ സ്നേഹിക്കുക, വ്യക്തികളെയും സ്നേഹിക്കുക. This is the great commandment. ഇത് ആ മഹാകൽപ്പനയാണ്. But then there are cultural traditions which we make commandments. എന്നാൽ സാംസ്കാരികവും സാമുദായികവുമായിട്ടുള്ള ചില പാരമ്പര്യങ്ങളുണ്ട്, അത് നാം ചിലപ്പോൾ കൽപ്പനകളാക്കി മാറ്റും. One of them I'm going to touch on today is in 1 Corinthians chapter 11. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള അതിലുള്ള ഒരു പാരമ്പര്യത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് നാം നോക്കാൻ പോവുകയാണ്. And I hope to lay to rest some of your concerns as a church about this particular scripture. ഈ ഒരു വാക്യത്തെക്കുറിച്ചുള്ള ചില ആശങ്കകൾ, ചില ചിന്തകൾ, അതിൽ നിന്നൊരു വിശ്രമം നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. It's about women. Should women cover their head? അത് എന്ന് പറയുന്നത് സ്ത്രീകൾ അവരുടെ തല മൂടണമോ എന്നുള്ളതാണ്. They say, Pastor, we don't know what your stand is about this. പാസ്റ്റർ, ഇതിനെക്കുറിച്ചുള്ള പാസ്റ്ററിന്റെ അഭിപ്രായം എന്താണ് ഞങ്ങൾക്ക് അറിയുകയില്ല. My stand is scriptural. എന്റെ ആ നിലപാട് എന്ന് പറയുന്നത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. People say, women should cover their head, and I agree. വ്യക്തികൾ പറയുന്നു സ്ത്രീകൾ മൂടുപടം അല്ലെങ്കിൽ തല മറയ്ക്കണം എന്നുള്ളത്. But let's see what the Bible says. തിരുവചനം എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. I say women should cover their head. ഞാൻ പറയുകയാണ്, അതായത് സ്ത്രീകൾ മൂടുപടം ഇടണം, or should not cover their head. അല്ലെങ്കിൽ ഇടണ്ടായോ. Culturally the Bible agrees that women should cover their head. സാംസ്കാരികമായിട്ട് നോക്കുമ്പോൾ തിരുവചനം അംഗീകരിക്കുകയാണ്, അതായത് സ്ത്രീകൾ മൂടുപടം ഇടണം. But it is not a commandment from God. എന്നാൽ അത് ദൈവത്തിന്റെ കൽപ്പനയല്ല. I will show you why. Quickly open the Bible. We are going to look at this. പെട്ടെന്ന് തിരുവചനം തുറന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 1 Corinthians 11 verse 1. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. I want you all വാക്യം. to follow this. Pastor, read this in Malayalam please. ഇത് മലയാളത്തിൽ വായിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവിൻ. Go ahead. Next verse. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. What is the word used there? ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച. Come on, help me. Kalpana. But do you know what the Greek word is? അതിന്റെ യവന പദത്തിലുള്ള അർത്ഥം എന്താണെന്ന് അറിയാമോ? The Greek word used over there is a word called paradosis. പാരഡോസിസ് എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. It occurs 2 times in the New Testament. അത് പുതിയ നിയമത്തിൽ 2 തവണ ഉണ്ട്. One is in this scripture. ഒന്ന് ഈ വാക്യത്തിലും. And the other is in 2 Thessalonians 2:15. രണ്ടാമത്തേതായിട്ടുള്ള ആ വാക്യം എന്ന് പറയുന്നത് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. In both these places in the Greek the word is not commandment, it is ordinances or traditions. അപ്പോൾ അവിടെ ഈ 2 വാക്യങ്ങളിലും അവിടെ കൽപ്പന എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പ്രമാണങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതി. Hold on to the traditions that we have handed down. ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല സംസ്കാരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. Good cultural traditions versus biblical commandment. Is it a commandment or is it a good tradition? നല്ല സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യമോ അല്ലെങ്കിൽ ആചാരങ്ങളാകുന്നുവോ അതോ ഇത് തിരുവചനത്തിൻ്റെതായുള്ള കൽപ്പനയാകുന്നു എന്നുള്ളതാണ്. Let us look at this. ഇത് നമുക്ക് ശ്രദ്ധിക്കാം. Let me ask you a simple question. Help me. ഞാൻ നിങ്ങളോടൊരു വളരെ ലളിതമായിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ സഹായിച്ചാട്ടെ. In our traditional backgrounds we have come from, that when you come inside a church and a woman covers her head, what is she trying to symbolize? നാം ആയിരിക്കുന്ന സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലത്തിൽ സഭയിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ അവൾ തലയിൽ മൂടുപടം ഇടുമ്പോൾ എന്താകുന്നു അതിന്റെ അർത്ഥം? Help me. What is? Quickly. We don't have time.
What is she trying to symbolize? എന്താണ് അവൾ പറയാൻ ആഗ്രഹിക്കുന്നത്? Submission to, she's coming into the church. When you're entering the church, you put it on your head. What does it symbolize? Submission to God. Most people around the world are using this in the churches as a sign of submission to God. ദൈവത്തോടുള്ള ആ വിധേയത്വത്തിന്റെ അടയാളമായിട്ടാണ് പലരും ഇത് ഉപയോഗിക്കുന്നത്. But let's look at the scripture. നമുക്ക് ഈ വേദഭാഗം ശ്രദ്ധിക്കാം. Now I praise you because you remember me in everything. Hold on to good traditions. Now read on from verse 3. മൂന്നാമത്തെ വാക്യം മുതൽ, എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Okay, what is the context? Who is the head? God, Christ is the head of man. Man is the head over the woman. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ആരാകുന്നു തല എന്നുള്ളതാകുന്നു. പുരുഷന്റേതായിട്ടുള്ള തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്നുള്ള രീതി. Go ahead. മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. All right. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. You have to understand, in a Jewish context, a man used to cover his head and the women were not. But in the Gentile context, the men would not cover their head and the women would. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു യഹൂദ പശ്ചാത്തലത്തിൽ ഒരു പുരുഷൻ മൂടുപടം ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുകയും ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ ജാതികളാണെങ്കിൽ മൂടുപടം ഇല്ലാതെ പുരുഷൻ പ്രാർത്ഥിക്കുകയും സ്ത്രീകളും അങ്ങനെ ചെയ്യുകയില്ലായിരുന്നു. So what is the Bible saying in verse 6? അതുകൊണ്ട് ആറാമത്തെ വാക്യത്തിൽ എന്ത് പറയുന്നത്? സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. What is the context? She's saying, let her cut off her hair, but go back to the first word as we started with, that hold on to the traditions that were handed down. Not kalpanagal, it is the word paradosis, traditions. അപ്പോൾ ഇവിടെ പറയുകയാണ്, സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. അപ്പോൾ നാം മുന്നോട്ടുള്ള അല്ലെങ്കിൽ മുൻപുള്ള വാക്യം ശ്രദ്ധിക്കണം. ഇത് ആചാരം അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു രീതി എന്നാണ് പറയുന്നത്, അല്ലാതെ കൽപ്പന എന്നല്ല. What was this covering for in this context? ഈ പശ്ചാത്തലത്തിൽ ഈ മൂടുപടം എന്തിനു വേണ്ടിയാണ്? Why is the Bible asking a woman to cover her head? എന്തുകൊണ്ടാണ് തിരുവചനം സ്ത്രീയോട് ഒരു മൂടുപടം ഇടയണമെന്ന് പറഞ്ഞിരിക്കുന്നത്? Anybody? In this context, ഈ പശ്ചാത്തലത്തിൽ it has nothing to do with reverence to God. It has everything to do with I am submissive to my husband. ഇത് ദൈവവുമായിട്ടുള്ള വിധേയത്തിന്റെ യാതൊരു അടിസ്ഥാനവും ഇല്ല ഈ കാര്യത്തിൽ. ഇത് പറയുന്നത് ഞാൻ എൻ്റെ ഭർത്താവിന് കീഴ്പ്പെട്ടു നിൽക്കുന്ന സ്ത്രീയാണെന്നാണ്. In the culture of that time, if the woman covering her head was a symbol that the husband is my head and Jesus is his head. ആ സമയത്ത് ഒരു സ്ത്രീ മൂടുപടം ഇടുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ തല എൻ്റെ ഭർത്താവാകുന്നു, അതോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവിന്റെ തല ക്രിസ്തുവാകുന്നു എന്നുള്ള അടിസ്ഥാനം. So if you want to use a covering for your head, please go ahead and do it. It symbolizes that you are under your husband's authority. അതുകൊണ്ട് നിങ്ങൾക്കൊരു മൂടുപടം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ നിശ്ചയമായും ഇത് ചെയ്താട്ടെ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ വിധേയത്വത്തിലാകുന്നു എന്നാണ്. പിന്നെ using a മൂടുപടം and not being submissive to the husband, that between you and God you have to answer. നിങ്ങൾ മൂടുപടം ഉപയോഗിച്ച് ഭർത്താവിന്റെ വിധേയപ്പെടാതിരിക്കുന്നത് അത് നിങ്ങളും നിങ്ങളുടെ ഭർത്താവ് Somehow we feel little more religious or more submissive when we use this. It has nothing to do with God being pleased with us. That is a sign that you're submissive to your husband. ഈ മൂടുപടം പെട്ടെന്നിടുമ്പോൾ പെട്ടെന്നൊരു ഭക്തി വരികയും പെട്ടെന്ന് ദൈവത്തോട് അടുത്തിരിക്കുന്ന പോലെയൊക്കെ തോന്നുമെങ്കിൽ അങ്ങനെയൊന്നും തിരുവചനം പറയുന്നില്ല. അത് എൻ്റെ ഭർത്താവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ മൂടുപടം ഉപയോഗിക്കുന്നത്. It was a sign telling the word, I'm a married woman. I'm not a loose woman. I'm a woman has a man over her life. അത് ആ പശ്ചാത്തലത്തിൽ പ്രത്യേകമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരുന്ന ഇതായിരുന്നു, ഞാൻ വിവാഹിതയായിരിക്കുന്ന സ്ത്രീ ആകുന്നു, എൻ്റെ മേൽ അധികാരമായിട്ട് ഒരു പുരുഷൻ എൻ്റെ തലയായിട്ടുണ്ട്, എൻ്റെ ഭർത്താവുണ്ട് എന്ന് പറയുന്നത് പോലെയാകും. Look at verse 7. ഏഴാമത്തെ വാക്യം ശ്രദ്ധിക്കുക. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകിയാൽ മൂടുപടം ഇടേണ്ടതില്ല. Okay, go ahead. സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. So a man does not have to cover his head, but the woman has to cover her head. Agreed? അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറയുകയാണ്, പുരുഷൻ മൂടുപടം ഇടേണ്ട, എന്നാൽ സ്ത്രീ ഇടണമെന്ന് പറയുന്നു. Now look at verse 10. പത്താമത്തെ വാക്യം ശ്രദ്ധിക്കുക. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. Some pastors preach like this: if you don't cover your head, the angels who took the women, daughters of men, they will come and have sex with you and they will have giants from the land. That is why you must wear mudbada.
Adam. ചിലർ പാസ്റ്റർമാർ ഇങ്ങനെ, ചില പ്രസംഗർ ഇങ്ങനെ പറയാറുണ്ട്, അതായത് സ്ത്രീ മൂടുപടം ഇട്ടില്ല എങ്കിൽ ദൂതന്മാർ വന്ന് ലൈംഗിക ബന്ധത്തിലൂടെ മല്ലന്മാരെ ഉണ്ടാക്കുകയും അതുകൊണ്ടാകുന്നു നിങ്ങൾ തീർച്ചയായിട്ടും മൂടുപടം ഇടേണ്ടത്. Doodanmar are not looking for Laingika Bandham in the church. If they want, they can look at any time. ദൂതന്മാർ പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള താല്പര്യത്തിനൊന്നും സഭയിലല്ല നോക്കുന്നത്, അവർ പുറത്ത് എവിടെ വേണമെങ്കിലും അത് ചെയ്യാൻ But the point is, because of the angels does not mean back to Genesis. There is no context connection. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉൽപ്പത്തിയിലേക്കുള്ള ആ ബന്ധമൊന്നുമല്ല, അതിൽ യാതൊരു അങ്ങനെ ഒരു പശ്ചാത്തലവുമില്ല. But what does the Bible say? എന്താകുന്നു തിരുവചനം പറയുന്നത്? Just like there were angels, its context is talking about submission, authority. It's saying just like angels rebelled and brought judgment upon themselves, you also be careful remembering them. Don't walk in rebellion and bring judgment upon yourself. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദൂതന്മാർ മറുതലിച്ചുകൊണ്ട് വിധേയപ്പെടാതെ അവരുടെ മേൽ ന്യായവിധി കൊണ്ടുവന്നതുപോലെ നിങ്ങൾ മറുതലിച്ച ന്യായവിധി കൊണ്ടുവരുത് എന്നാകുന്നു ഇവിടെ പറയുന്നത്. Look at verse 11. 11ാമത്തെ വാക്യം. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ എന്നാൽ കർത്താവിൽ, which means ഇതുവരെ പറഞ്ഞതൊക്കെ ശരി, എന്നാൽ കർത്താവിൽ, which means it's a new start. Go ahead. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. Okay, go ahead. സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. Okay, go ahead. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. നിങ്ങൾ തന്നെ വിധിപ്പീൻ, സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? Okay. പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും Okay. സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് Wait a minute. സ്ത്രീ മുടി നീട്ടിയാൽ എന്ത്? മൂടുപടത്തിന് പകരം കവർ ചെയ്യണോ വേണ്ടായോ? If it is given instead of a മൂടുപടം, should we or should we not? Do you see the importance of interpreting scripture? നിങ്ങൾ ശരിയായിട്ട് വചനം പഠിക്കേണ്ടതിന്റെ ആവശ്യം മനസ്സിലാക്കുന്നുണ്ടോ? Then finally Paul goes on to close with verse 16. 16ാമത്തെ വാക്യം കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അത് അവസാനിപ്പിക്കുകയാണ്. If anyone is inclined to be contentious, we have no such practice. ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് He ഓർക്കണം. was saying this is not something we want to fight over. ഈ കാര്യത്തിലൊന്നും വഴക്കുണ്ടാക്കാൻ ഞങ്ങൾക്ക് യാതൊരു So താല്പര്യവും. what is my advice? Should we cover or should we not cover? അതുകൊണ്ട് എന്റെ ഉപദേശം എന്താണ്? നിങ്ങൾ മൂടുപടം ഇടണോ വേണ്ടയോ? My answer is simple. എന്റെ ഉത്തരം വളരെ ലളിതമാണ്. It is a good cultural tradition. ഇത് നല്ല സാമുദായികമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. If you are going to a church where the pastor insists you must wear, please cover your head. നിങ്ങൾ ഇങ്ങനെ ഒരു സഭയിൽ പോകുമ്പോൾ അവിടെ മൂടുപടം ഇടണമെന്ന് പറയുന്ന ഒരു പാസ്റ്റർ ആകുന്നുവെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ, If your pastor does not insist it, it's okay. നിങ്ങളുടെ പാസ്റ്റർ അങ്ങനെ പറയുന്നില്ലെങ്കിൽ അതിനൊരു But കുഴപ്പമില്ല. don't make a cultural tradition into a commandment of God. ഒരു സാമുദായികമായിട്ടുള്ള ഒരു രീതിയെ അതൊരു തിരുവചനത്തിന്റെ ഒരു കൽപ്പനയാക്കി നിങ്ങൾ മാറ്റണം. Hallelujah. Hallelujah. So first thing I talked about cultural traditions versus biblical commandments. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് ഈ സാമുദായികമായിട്ടുള്ള രീതികളും ഈ തിരുവചനത്തിന്റെ കൽപ്പനകളും തമ്മിലുള്ള ആ വ്യത്യാസം. Secondly, I want to talk about cultural traditions versus biblical context. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാമുദായികമായിട്ടുള്ള ഈ രീതികളും തിരുവചനത്തിന്റെ പശ്ചാത്തലവും. Because you have to understand the context, to whom it was spoken, when it was spoken, why it was spoken. കാരണം നാം പശ്ചാത്തലം മനസ്സിലാക്കണം. ഇത് ആരോട് പറഞ്ഞിരിക്കുന്നു, എപ്പോൾ പറഞ്ഞിരിക്കുന്നു, എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു. For example, another hot challenge that people face is, can women be in ministry? ഉദാഹരണത്തിനായിട്ട് പലപ്പോഴും ഒരു വലിയ തർക്കവിഷയമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ശുശ്രൂഷയിലായിരിക്കാൻ കഴിയുമോ? There are three theories about this among the theologians. Like theologians will always have many theories. Three theories. One is the male is the dominant one. Second is both complement each other with different roles. And the third is both are equal. They can do any of the roles. അപ്പോൾ ദൈവശാസ്ത്രം പഠിക്കുന്നവരിൽ തന്നെ ഇതിൽ 3 വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുണ്ട്. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് പുരുഷന്മാരാകുന്നു അധികാരികൾ എന്നത്. രണ്ടാമത് only men are dominant. അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമേ ആ അധികാരമുള്ളൂ എന്നുള്ള രീതിയിൽ. രണ്ടാമതായിട്ട് സ്ത്രീയും പുരുഷനും അന്യോന്യം ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കണം എന്നുള്ള രീതിയിൽ. മൂന്നാമതായിട്ട് രണ്ടുപേരും തുല്യരാകുന്നു, അതുകൊണ്ട് നിശ്ചയമായും ശുശ്രൂഷിക്കുവാൻ കഴിയും. And for everything there are scriptures. എല്ലാത്തിനും ദൈവവാക്യങ്ങളുമുണ്ട്. And so when we look at one particular scripture and take it out of context without looking at the wisdom of the whole scripture, we misinterpret scripture. അതുകൊണ്ട് നാം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വാക്യം എടുത്തുകൊണ്ട് അതിനെ മാത്രം ഇത് ശരിയെന്ന് പറയുമ്പോൾ ഈ തിരുവചനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനത്തിൽ നിന്ന് പലതും നമുക്ക് നഷ്ടമാകും. To study whether women are allowed in the ministry, സ്ത്രീകൾ ശുശ്രൂഷയിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം പഠിക്കണമെങ്കിൽ you must first study the original plan of God. ഏറ്റവും ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള പദ്ധതി എന്തായിരുന്നു. Husband
husband and wife blessed to have dominion and to rule, but in godly order. ഭർത്താവും ഭാര്യയും ദൈവിക ക്രമത്തിൽ വർദ്ധിച്ച് പെരുകി ദൈവത്തിന്റെ പദ്ധതി ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. The effects of the fall, what happened because of the fall? Rebellion. ആ വീഴ്ച വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ മറുതലിപ്പും മത്സരവും ഉണ്ടാകും. Man and woman fighting against each other. പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ അവിടെ വലിയ വഴക്കുണ്ടാകും. Then we've got to understand the power of redemption. അതിനുശേഷം വീണ്ടെടുപ്പിന്റെ ശക്തി നാം മനസ്സിലാക്കണം. His blood has washed us from all sin. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ സകല പാപത്തിൽ നിന്നും കഴുകിയിരിക്കുന്നു. Where he no longer wants you to fight with one another. ദൈവത്തിന്റെ ആഗ്രഹം ഇനിമേൽ നാം അന്യോന്യം മത്സരിക്കുകയോ വഴക്കിടുകയോ ചെയ്യണ്ട. But mutually choosing to be submissive to one another. എന്നാൽ അന്യോന്യം കീഴ്പ്പെടുവാനായിട്ട് നാം തീരുമാനിച്ചുകൊണ്ട്. Then we see in the new covenant there's the outpouring of the Holy Spirit, and your sons and daughters shall prophesy. അതിനുശേഷം പുതിയ ഉടമ്പടിയിൽ നാം കാണുന്നു അവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പകർച്ച സംഭവിച്ച പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന്. Women in the New Testament begin to rise up and serve as deacons, presbyteros, and they begin to serve as apostolos. Greet Apollos and Junia, who is outstanding among the apostles. You see the Bible talking about women in leadership roles. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം പുതിയ നിയമത്തിൽ സ്ത്രീകൾ എഴുന്നേറ്റ് ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ക്രമത്തിൽ വർദ്ധിച്ച് ശുശ്രൂഷയിൽ വർദ്ധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. You see the Great Commission going to for every disciple, go into all the world and make disciples of every nation, baptizing them in the name of the Father, Son and the Holy Ghost. ദൈവത്തിന്റെ ആ മഹാദൗത്യം നമുക്കറിയാം. ഏതൊരു ശിഷ്യനുമായിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി യേശുവിൻ്റെതായിട്ടുള്ള ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. The Great Commission is for every disciple. ഈ മഹാദൗത്യം ഏതൊരു ശിഷ്യനും ശിഷ്യക്കുമുള്ളതാണ്. Then we also see God begin to give gifts to people as he wills. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം വരങ്ങളെ നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. God did not ask our permission what we thought are from a patriarchal background, whether it is convenient to our culture and our theology, before he gives a gift to a woman. ദൈവം ഈ വരം സ്ത്രീകൾക്ക് കൊടുക്കുന്നതിന് മുമ്പാകെ നമ്മുടെ സംസ്കാരം എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും ദൈവം ചോദിച്ചില്ല. You see, our problem is we are already coming from a culture, and the cultural tradition is already conflicting biblical context. നാം വരുന്ന സംസ്കാരം ഇപ്പോൾ തന്നെ ദൈവികമായിട്ടുള്ള പശ്ചാത്തലത്തിന് വിരുദ്ധമായ രീതിയിൽ വന്നിരിക്കുന്നതാണ്. The redemption of God manifested in the family, ഈ ദൈവത്തിൻ്റെതായിട്ടുള്ള ഈ വീണ്ടെടുപ്പ് അത് കുടുംബത്തിൽ വ്യാപരിക്കുമ്പോൾ, where it became in the New Testament, submit to one another, love one another, walk with one another. It became a one another theology in the family. പുതിയ ഉടമ്പടിയിൽ വരുമ്പോൾ അന്യോന്യം വിധേയപ്പെടുക, അന്യോന്യം സ്നേഹിക്കുക, ഒന്നിച്ച് ചേർന്ന് നടക്കുക, അങ്ങനെ ഒരു ദൈവശാസ്ത്രമായി മാറിയിരിക്കുന്നു. But God still gave the final decision to the man. എന്നാൽ ദൈവം പിന്നെയും ആ അവസാനത്തെ തീരുമാനം പുരുഷന് നൽകി. But both are not fighting for it. Both are saying, no, you decide. No, you decide. They're giving it to one another out of love. എന്നാൽ ആരും ഈ അവസാനത്തെ തീരുമാനത്തിന് വേണ്ടി പൊരുതുകയോ അല്ലെങ്കിൽ വഴക്കിടുകയോ അല്ല. എന്നാൽ താങ്കൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞ് നല്ല തീരുമാനത്തിലേക്ക് നയിക്കുകയാണ്. Ephesians 4:11 says he ascended on high, gave gifts to men. എഫെസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം പറയുന്നത് അവൻ ചിലരെ No, he ascended on high, gave gifts to men. ദൈവം പുരുഷന്മാർക്ക് No, how does that Malayalam say? It's not in 11. Verse 10? ചിലരെ ഇടയന്മാരായും. No, before that. Yes, verse 10. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും. Okay, so which means he gave. Actually, the word in the Greek is, in the English is translated, he gave gifts to men. തിരുവചനത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പുരുഷന്മാർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള രീതി. But the Greek is not men, he gave gifts to mankind. എന്നാൽ യവന ഭാഷയിൽ അങ്ങനെ പുരുഷന്മാർ എന്നല്ല, എന്നാൽ മനുഷ്യർക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. Some to be apostles, some prophets, some evangelists, some pastors and teachers. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. When you study Romans in chapter 12, he says, according to the measure of grace given to you, if it is mercy, show mercy. റോമലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടിരിക്കുന്നത് പോലെ നിങ്ങൾ ശുശ്രൂഷിക്കണമെന്ന് ഞാൻ പറയുകയാണ്. If you have prophecy, you prophesy. നിങ്ങൾക്ക് പ്രവചനമുണ്ടെങ്കിൽ നിങ്ങൾ പ്രവചിക്കുക. If it is serving, you serve. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ. Both for men and women. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. Then the one who teaches, teach. ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ. Exhorter, encourager, encourage. പ്രബോധിപ്പിക്കുന്നവൻ പ്രബോധനത്തിൽ. And the one who gives generously, give generously. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. One in leadership, lead according to the grace given to you. ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ അവന് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം. Biblically, men and women in leadership. തിരുവചനം പറയുകയാകുന്നു സ്ത്രീയും പുരുഷനും നേതൃത്വത്തിൽ. But biblical leadership is not fighting for power, but submitting in the fear of the Lord.
Lord. എന്നാൽ ദൈവികമായിട്ടുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നേതൃത്വം എന്ന് പറയുന്നത് ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടി പൊരുതുക എന്നുള്ളതല്ല, അന്യോന്യം വിധേയപ്പെട്ട് ക്രിസ്തുവിൽ മുന്നേറുക എന്നുള്ളതാണ്. So in the church, God did not reserve these gifts only for men. അതുകൊണ്ട് സഭയിൽ ദൈവം ഈ വരങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടില്ല. It will be interesting to note it was in the 4th century that women were banned from Christian ministry leadership. ഈ ക്രിസ്തീയമായിട്ടുള്ള ശുശ്രൂഷയുടേതായുള്ള നേതൃത്വത്തിൽ നിന്ന് സ്ത്രീകളെ മാറ്റിയത് 4-ാം നൂറ്റാണ്ടിൽ മാത്രമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. Until then, women were there in ministry. അതുവരെ ശുശ്രൂഷയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. After the 4th century, they banned the women. After that, they went into the dark ages for the next 1,000 years. അപ്പോൾ ഈ 4-ാം നൂറ്റാണ്ടിൽ അവിടെ സ്ത്രീകളെ വിലക്കുകയും അതിനുശേഷം ഒരു ഇരുണ്ട കാലമാണ് 1000 വർഷത്തോളം. It's after the 1,000 years there is something called restorative revelation. ഈ 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വീണ്ടെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു വെളിപ്പാടുണ്ടാകുന്നത്. Salvation by faith and grace was restored. രക്ഷ എന്ന് പറയുന്നത് കൃപയാലും ദൈവത്തിലുള്ള വിശ്വാസത്താലും ആ വീണ്ടെടുപ്പിന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നു. Pentecostal experience was restored. പെന്തക്കോസ്തിൻ്റെതായിട്ടുള്ള അനുഭവം, അവിടെ ഒരു വീണ്ടെടുപ്പ് നടക്കുകയാണ്. I know there are scriptures talking about women must remain silent in church. എനിക്കറിയാം തിരുവചനത്തിലുണ്ട് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കണമെന്ന് പറയുന്നത്. And I do not permit them to speak. അവർ സംസാരിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത്. But look at the context. എന്നാൽ അതിന്റെ പശ്ചാത്തലം The ശ്രദ്ധിച്ചാൽ context is godly order in the church. ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് സഭയിലുള്ള ദൈവിക ക്രമത്തെ കുറിച്ചാകും. In the same context it's saying do not prohibit anybody from prophesying or speaking in tongues. അവണ്ണം തന്നെ അതേ ദൈവികമായിട്ടുള്ള ക്രമത്തിൽ സഭയിലെ ദൈവകർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ആരെയും പ്രവചിക്കുന്നതിൽ നിന്നോ അന്യഭാഷയിൽ സംസാരിക്കുന്നതിൽ നിന്നോ തടയരുത്. That is addressed to everybody. അത് സകലരോടും പറയുന്നതാണ്. How can women prophesy by keeping quiet? എങ്ങനെയാണ് മിണ്ടാതിരുന്നുകൊണ്ട് സ്ത്രീകൾക്ക് പ്രവചിക്കാൻ How can കഴിയും? women speak in tongues by keeping quiet? എങ്ങനെ മിണ്ടാതിരുന്നുകൊണ്ട് സ്ത്രീകൾക്ക് അന്യഭാഷയിൽ പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ It is not talking about women must remain silent. It is talking about there must be godly order in the church. And you know there is various details to it. It's talking about women do not cause the confusion by speaking like that in the church. There has to be godly order. 1 Corinthians 14 is talking about godly order. 1 കൊരിന്ത്യർ 14-ാം അധ്യായം ദൈവിക ക്രമത്തെക്കുറിച്ചാകുന്നു പറയുന്നത്. സ്ത്രീകൾ സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ ശരിയായിട്ടുള്ള രീതിയിലുള്ള ദൈവിക ക്രമം നിലനിർത്തുവാൻ ആവശ്യമായിരിക്കുന്നത് ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിൽ. Context is very important. ഈ പശ്ചാത്തലം വളരെ സുപ്രധാനമാണ്. In the same context he says I want all of you to prophesy. അതുപോലെ തന്നെ ആകുന്നു അവിടെ പറയുന്നത്, അതായത് നിങ്ങൾ എല്ലാവരും പ്രവചിക്കുക. Women keep quiet but all must prophesy. സ്ത്രീകൾ മിണ്ടാതിരിക്കുക, എന്നാൽ എല്ലാവരും പ്രവചിക്കുക. Women keep quiet but don't stop anybody from speaking in tongues. സ്ത്രീകൾ മിണ്ടാതിരിക്കുക, എന്നാൽ അന്യഭാഷയിൽ പറയുന്നത് ആരെയും വിലക്കരുത്. Can you see it's all in the same chapter? നിങ്ങൾക്കറിയാം ഇതെല്ലാം ഒരേ അധ്യായത്തിൽ തന്നെയാണ്. Problem is not with the author. പ്രശ്നം എഴുത്തുകാരന്റെ അല്ല, Problem is with the interpreter. എന്നാൽ ആ വ്യാഖ്യാനിക്കുന്ന വ്യക്തിയുടെ ആകുന്നു. Hallelujah. Hallelujah. So we must be careful, don't mix up biblical traditions with biblical context. Don't mess that up. അതുകൊണ്ട് ഈ തിരുവചനത്തിൻ്റെതായിട്ടുള്ള ഈ സംസ്കാരങ്ങളും അതോടൊപ്പം തന്നെ ഈ പശ്ചാത്തലവും തമ്മിൽ നിങ്ങൾ മിക്സ് ചെയ്യുന്നത്. Finally, the third thing I want to talk and close about is contradicting verses versus complementing concepts. ഏറ്റവും ഒടുവിലായിട്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള വാക്യങ്ങളും അതോടൊപ്പം തന്നെ പരസ്പര പൂരകമായിട്ടുള്ള ആശയങ്ങളും. When people look at contradicting verses, വ്യക്തികൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ people theologically are tempted to take one side. വ്യക്തികൾക്ക് ദൈവശാസ്ത്രപരമായിട്ട് ഒരു നിലപാടെടുക്കാൻ ഇഷ്ടമാണ്. That is why do people take sides? They just they take the side of where they feel safe. അവർക്ക് എവിടെയാണോ ഒരു സുരക്ഷിതത്വം തോന്നുന്നത് അവിടെ ഒരു നിലപാടെടുക്കുമ്പോൾ ഒരു നല്ല തോന്നലുണ്ടാകും. You know, when we were kids, you know, sometimes when you would see two people fighting in WrestleMania, നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഈ ഗുസ്തി മത്സരത്തിൽ ഈ ഗുസ്തി കാണുമ്പോൾ some will take the side of the big fellow. ആ വലിയ ഒരു തടിയന്റേതായിട്ടുള്ള സ്ഥാനം ചിലർ എടുക്കുകയാണ്. Because in their heart they want to win. കാരണം അവരുടെ ഹൃദയത്തിൽ അവർക്ക് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി. The other person will take the side of the small fellow. എന്നാൽ മറ്റേ വ്യക്തിയാണെങ്കിലോ ആ ചെറിയ മനുഷ്യന്റെ സ്ഥലത്തെടുക്കും. Because you may have been bullied when you were a kid, you want all the weak fellows to win. കാരണം നിങ്ങൾ ഒരുപക്ഷെ കുഞ്ഞായിരുന്ന സമയത്ത് മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ഇന്നത്തെ ആഗ്രഹം ആ ചെറിയ മനുഷ്യൻ എങ്ങനെയെങ്കിലും ജയിക്കണമെന്നാണ്. We will interpret scripture based on our past experiences. നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ അനുഭവങ്ങൾ മുഖാന്തരവും നാം പലപ്പോഴും തിരുവചനത്തെ വ്യാഖ്യാനിക്കുന്നു. So we all have favorite verses. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറെ വാക്യങ്ങളുണ്ട്. And for which I don't have time, but I'm just touching on this, is the big debate between Calvinism and Arminianism. ഇത് സമയമില്ലെങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കാൽവിനിസം, അർമേനിസം, ഈ ചിന്താതികൾ തമ്മിൽ ഒരു വലിയ ഒരു യുദ്ധമുണ്ട്.
അനുഭവമുണ്ട്. And today a lot of people are listening to a lot of things on the internet, and because they don't know the ABC, they're confusing the A plus B the whole squared. അപ്പോൾ ഇന്ന് ഒരുപാട് വ്യക്തികൾ ഈ കാര്യങ്ങളെല്ലാം ഇന്റർനെറ്റിൽ നിന്ന് പഠിക്കാൻ നോക്കുന്നു. ABC അറിയാത്തത് കൊണ്ട് A+B² എല്ലാം കുഴഞ്ഞിരിക്കുകയാണ്. We must come back to the foundations. നിങ്ങൾ അടിസ്ഥാനത്തിലേക്ക് മടങ്ങി വരണം. What was Calvinism? കാൽവിനിസം എന്താകുന്നു? After the Protestant church came out of the Catholic movement, കത്തോലിക്ക മൂവ്മെന്റിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റ് സഭ വന്നപ്പോൾ there was a famous theologian called John Calvin who put down some fundamental doctrine. ജോൺ കാൽവിൻ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ എഴുതി വെച്ചു. And his fundamental doctrine was basically number one, all of us are so depraved we cannot accept God. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ച പ്രധാന ചില കാര്യങ്ങൾ ആദ്യത്തേത്, നാം എല്ലാവരും നശിച്ചു പോയിരിക്കുന്നു, നമുക്ക് ദൈവത്തെ സ്വീകരിക്കാൻ കഴിയുകയില്ല. We are unable to accept God. നമുക്ക് ദൈവത്തെ സ്വീകരിക്കാൻ കഴിയുകയില്ല. Then how did we get saved? പിന്നെ എങ്ങനെ നാം രക്ഷിക്കപ്പെട്ടു? Number two, that he said God chose us, no way you could choose God. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, വ്യവസ്ഥകളില്ലാതെയുള്ള തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ദൈവത്തെ തിരഞ്ഞെടുക്കാൻ കഴിയുകയില്ല. Thirdly, he said only a few people are chosen by God and the rest will not be saved. And he has verses for all of this, and it's true, there are verses. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവം ഈ മഹാത്യാഗം ചെയ്തിരിക്കുന്നത് ചിലർക്ക് വേണ്ടി മാത്രമാകുന്നു. ഇതിനെല്ലാം അദ്ദേഹത്തിന് No. He's died for the sins of the whole world, but he has chosen only a few. ദൈവം എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു, എന്നാൽ ചിലരെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. Limited atonement. Only whom God has chosen will be saved. If God hasn't chosen you, you're not going to be saved. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയുകയുള്ളൂ. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷ സാധ്യമല്ല. The fourth thing he said is irresistible grace. You cannot resist the grace of God. If Jesus decided you will be saved, you will be saved. നാലാമതായിട്ട് തടയുവാൻ കഴിയാത്തതായിട്ടുള്ള ദൈവകൃപ. അതായത് ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് തടയാൻ കഴിയും. And that's why this says അത് വിശ്വാസം വിട്ട് കറങ്ങി പോയിട്ട് വന്ന അവസാനം തിരിച്ചു വരും. They say that actually even if you walk away from the faith, you will wander for a while and then you will come back. And those that never came back to the faith, they said they were never really truly saved and never accepted by God. അവർ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അവർ പറയും, അതായത് അവർ ആക്ച്വലി രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു, ചുമ്മാ അവിടെ ആയിരുന്നു എന്ന് പറയും. They came to the church, but in their heart they were not saved. God never chose them. അവർ സഭയിലൊക്കെ വന്നു, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ശരിക്കും രക്ഷ നടന്നിട്ടില്ല, ദൈവം അവരെ തിരഞ്ഞെടുത്തിട്ടുമില്ല. And then they say once you're saved, always saved. You cannot lose your salvation. അതിനുശേഷം പറയുന്നത്, നിങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ പിന്നെ എന്നും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കും, നിങ്ങൾക്ക് രക്ഷ നഷ്ടമാകാൻ സാധ്യമല്ല. Everything they said is not false. അവര് പറയുന്നതെല്ലാം തെറ്റല്ല, It is true. അത് ശരിയാണ്. But it is not the only truth. എന്നാൽ അത് മാത്രമല്ല സത്യം. There's always another side to it. തീർച്ചയായിട്ടും അതിന് മറുവശമുണ്ട്. You know, husbands, when you hear your wives when telling one side, you know there is another side. ഭർത്താക്കന്മാർക്കറിയാം, ഭാര്യമാര് ഒരു വശം പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിന് മറുവശമുണ്ട്. And when wives, you hear your husband say one side, you say പച്ചക്കള്ളവാ, you know there is another side. അപ്പം ഭർത്താക്കന്മാര് ഭാര്യമാരോട് ചില കാര്യം പറയുമ്പോൾ അറിയാം പച്ചക്കള്ളമാണെന്നാലും അതിന് വേറൊരു വശമുണ്ട്. There's always two sides to it. എപ്പോഴും ഇരുവശങ്ങളുണ്ട്. So when it comes to interpreting scripture, don't pick favorite sides. അതുകൊണ്ട് ഈ തിരുവചനം പഠിക്കുന്ന സമയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിലപാട് എടുക്കരുത്. Don't go after contradicting scriptures. The Bible has scriptures must complement one another. പരസ്പര വിരുദ്ധമായിട്ടുള്ള ദേവവാക്യങ്ങളുടെ പുറകെ പോകാതെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള വാക്യങ്ങളുടെ കൂടെ പോകുക. So which means if one scripture says you cannot lose your salvation, you're predestined and chosen from the beginning of the earth. ഒരു വാക്യം പറയുകയാണ്, നിങ്ങൾക്ക് രക്ഷ നഷ്ടമാകാൻ സാധ്യമല്ല, കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നിങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, there is also another scripture that says he who endures till the end shall be saved. മറ്റൊരു വാക്യമുണ്ട്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. These scriptures must complement one another. ഈ വാക്യങ്ങൾ തമ്മിൽ പരസ്പര പൂരകങ്ങളായി നിൽക്കണം. Don't go after Calvin or Arminian. കാൽവിന്റെയോ അർമേനിയന്റെ കൂടെ പോകരുത്. Go after the whole counsel. എന്നാൽ ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വചനത്തിന്റെ ജ്ഞാനത്തിന്റെ കൂടെ പോകും. Because the Bible says, തിരുവചനം അങ്ങനെ പറയുന്നു. You are in Ephesians 1:5 it says you are predestined as adoption as sons through Jesus Christ. Predestined to be adopted. എഫെസ്യ ലേഖനത്തിൻ്റെതായിട്ടുള്ള 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, ദൈവം നമ്മെ തന്റെ മുൻ നിർണയത്തിന്റെ പ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്നു. If you are predestined, you are going to heaven for sure, right? Eternal security, right? നിങ്ങളെ ദൈവം മുൻപേ തന്നെ കണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുമല്ലോ. But then what does Revelation 3:5 say? എന്നാൽ വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എന്ത് പറയുന്നു? Complementing scripture. പരസ്പര പൂരകങ്ങളായിട്ടുള്ള വാക്യങ്ങളാണ്. What does Revelation 3:5 say? അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. Wait a minute. ജയിക്കുന്നവൻ വെള്ളവസ്ത്രം ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല? മായ്ച്ചു കളയാതെ. അപ്പൊ മായ്ച്ചു കളയാൻ ഒക്കുവോ?
ആരുടെ പേരാ മായ്ച്ചു കളയാത്ത? ജയിക്കുന്നവൻ, ഓവർകമ്മർ. ബട്ട് ഐ തോട്ട് ജീസസ് ഓവർകം. ഇനി നമ്മൾ ഓവർകം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സി, കോൺട്രഡിക്ടറി സ്ക്രിപ്ചേഴ്സ്. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള വാക്യം. ദേ ആർ നോട്ട് കോൺട്രഡിക്ടറി. ഭർത്താവ് പറയുന്നതിനകത്തും വിഷയമുണ്ട്, ഭാര്യ പറയുന്നതിനകത്തും വിഷയമുണ്ട്. ചേർത്ത് കേട്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. Amen. It is also true that we are predestined from the foundation of the earth to be saved. ശരിയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ മുൻപേ കണ്ടിരിക്കുന്നു, നിർണയിച്ചിരിക്കുന്നു. It is also true that he who endures till the end shall be saved. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നതും സത്യമാണ്. Both have to complement one another. രണ്ടും അന്യോന്യം ചേർന്ന് നിന്ന് പരസ്പര പൂരകങ്ങളായിരിക്കും. The Bible talks about irresistible grace. You cannot resist the grace of God. തിരുവചനം പറയുന്നത് ദൈവത്തിന്റെ കൃപയെ തടുക്കുവാൻ കഴിയുകയില്ല. It's talking about how much God used the grace of God to save us. എത്രമാത്രം ദൈവത്തിന്റെ കൃപ നമ്മെ രക്ഷിക്കുവാൻ സഹായകരമായിരിക്കുന്നു എന്ന് പറയുകയാണ്. But the Bible also talks about do not take the grace of God in vain. എന്നാൽ തിരുവചനം ഇതും പറയുന്നുണ്ട്, നിങ്ങളുടെ മേലുള്ള ദൈവകൃപയെ നിങ്ങൾ വ്യർത്ഥമാക്കരുത്. The Bible says the day we receive Jesus Christ we are saved. തിരുവചനം പറയുന്നു യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ദിവസം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. But Hebrews chapter 9 verse 29 says we are awaiting a coming salvation. എന്നാൽ എബ്രായ ലേഖനത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം പറയുന്നത് നാം വരുവാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി നോക്കി പാർക്കുന്നു. The Bible says we are sanctified. തിരുവചനം പറയുന്നു നാം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. But the Bible also says we will be sanctified. എന്നാൽ തിരുവചനം ഇതും പറയുന്നു നാം വേർതിരിക്കപ്പെടും. The Bible says we are today in the King, we are born again. തിരുവചനം പറയുന്നു നാം ഇന്ന് വീണ്ടും ജനിച്ചിരിക്കുന്നു. And we are in eternal life today. നാം ഇന്ന് നിത്യജീവിതത്തിലായിരിക്കുന്നു. Bible also says we are awaiting an eternal life in the coming of the Lord Jesus Christ. എന്നാൽ തിരുവചനം പറയുന്നു യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നാം നിത്യജീവന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു. The Bible says the elect will be saved. തിരുവചനം പറയുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർ രക്ഷിക്കപ്പെടും. But Matthew 24 says that many of the elect will be misled. എന്നാൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം പറയുന്നു വൃതന്മാർ അന്ന് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകും. It says because false Christs and false prophets will come, show signs and wonders, and as to mislead if possible the elect. അവിടെ 24-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം പറയുന്ന കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റു കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. We are saved by the mercy of God, we are not saved by our deeds. നാം ദൈവത്തിന്റെ കരുണയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാലല്ല. But Revelation 2:23 says I will give to each one according to his deeds. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 23-ാമത്തെ വാക്യം പറയുന്നത് ഞാൻ എല്ലാവർക്കും അവന്റേതായിട്ടുള്ള പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നൽകും. 1 Timothy 4:16 says 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയുന്നു pay close attention to yourself and your teaching. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. He's telling the pastors pay close attention to your teaching. പാസ്റ്റർമാരോട് പറയുകയാകുന്നു നീ നിന്റെ ഉപദേശത്തെ സൂക്ഷിച്ചുകൊള്ളുക, നിന്നെ തന്നെയും സൂക്ഷിച്ചുകൊള്ളുക. For if you do this you will ensure salvation for yourself and for your hearers. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നിന്റെ രക്ഷയും നിന്റെ കേൾക്കുന്നവരുടെ രക്ഷയും നീ ഉറപ്പാക്കും. എങ്ങനെ? നിന്റെ ജീവിതം നീ സൂക്ഷിച്ചാൽ. When you hold on, when you take care of your life, you will save yourself and the people who listen to your preaching. Which means if the preacher doesn't take care of his life and doctrine, he will destroy his own salvation and he will destroy the salvation of those that are also the elect. അർത്ഥം എന്ന് പറയാൻ പ്രസംഗകൻ തന്റെ ജീവിതത്തെയും തന്റേതായുള്ള ഉപദേശം ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്റെ ജീവിതത്തെയും കേൾക്കുന്നവരുടെ ജീവിതത്തെയും അവരുടെ നിത്യതയും ബാധിക്കും. I want to tell you this. ഞാൻ നിങ്ങളോട് പറയട്ടെ, don't go after contradicting scripture, don't take sides. പരസ്പര വിരുദ്ധമായിട്ടുള്ള ഈ വാക്യങ്ങളുടെ പുറകെ നിങ്ങൾ പോകരുത്. I told one pastor one day like this. ഞാൻ ഒരു പാസ്റ്ററിനോട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, these scriptures are there ഈ വാക്യങ്ങളുണ്ട് for predestination. അതായത് ദൈവം മുൻനിർണയിച്ചിരിക്കുന്നു എന്നുള്ളത്. These scriptures are there, you can lose your salvation. അതായത് രക്ഷ നഷ്ടപ്പെടുവാൻ കഴിയും എന്നുള്ള വാക്യങ്ങളുമുണ്ട്. Both are from the Bible. ഇത് രണ്ടും തിരുവചനത്തിൽ നിന്നാണ്. If they don't complement one another, അത് അന്യോന്യം പരസ്പര പൂരകങ്ങളായി നിന്നില്ല. if they are not two sides of the same coin spoken by the same God from different angles, ഒരേ ദൈവം പറഞ്ഞിരിക്കുന്ന രണ്ട് വീക്ഷണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ then the Bible is wrong and your faith is in vain. തിരുവചനം തെറ്റായി പോകും, നിങ്ങളുടെ വിശ്വാസവും അടിസ്ഥാനമില്ലാതെ. That is why we must guard our salvation with fear and trembling. അതുകൊണ്ടാകും നമ്മുടെ രക്ഷ നാം ഭയത്തോടും വിറയലോടും കൂടെ നാം കാത്തു സൂക്ഷിക്കണം. Revelations chapter 3 and verse 15 says, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ to പറയുന്നു, the Laodicean church, ലവോദിക്യ സഭയോട് പറയുകയാണ്. believer or unbeliever? Laodicean church. ലവോദിക്യ സഭ എന്ന് പറയുന്നത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ? Believer or unbeliever? വിശ്വാസിയാണോ അവിശ്വാസിയാണോ? Believer. I wish you were hot, I wish you were cold.
ഞാൻ നിന്റെ പ്രവൃത്തി അറിഞ്ഞ് നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. Because you are neither hot nor cold, I will spit you out of my mouth, says the Lord. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് The ഉമിഴ്ന്നു. eternal merciful God, by his death on the cross, who saved us not by our works. അതായത് ഈ നിത്യനായിട്ടുള്ള ദൈവം തന്റെ ക്രൂശന്മേലുള്ള പ്രവൃത്തി മുഖാന്തരം നമ്മളെ രക്ഷിച്ചിരിക്കുന്നു, നമ്മുടെ പ്രവൃത്തിയാലല്ല, Not by one of our works. നമ്മുടെ ഒരു പ്രവൃത്തി മുഖാന്തരം പോലുമല്ല. Is also saying, hold on till the end, because Jesus is coming soon. എന്നാൽ ഈ ദൈവം നമ്മോട് പറയുകയാകുന്നു, അവസാനം വരെ സഹിച്ചു നൽകുക. കർത്താവ് Contradicting scripture versus complementing scripture. പരസ്പര വിരുദ്ധമായിട്ടുള്ള വാക്യങ്ങൾ അത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള ആശയങ്ങളായി മാറണം. Last scripture, Revelation 2:10. വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. Revelation 2:10. I want you to look at this, and it says like this. The one part of it says, be faithful until death, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, and I will give you the crown of life. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. Crown of life connected to being faithful till the end. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്നതും ഈ ജീവകിരീടം ലഭിക്കുന്ന തമ്മിൽ ബന്ധപ്പെടുത്തി, Not connected to the initial confession formula that we prayed during our sinner's prayer. നാം പാപികളുടെ പ്രാർത്ഥന എന്നെല്ലാം പറഞ്ഞ യേശുവിനെ നാമം വിളിച്ച ആ പ്രാർത്ഥനയുമായിട്ടല്ല ജീവകിരീടം ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. Scripture needs to agree with each other. ഈ തിരുവചനം അന്യോന്യം അത് ഒരുമയിൽ വരേണ്ടതാകും. Don't pick scriptures, read only that and say, look, it says like that. ഈ വാക്യങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ ഒരു തർക്കം കാണിക്കരുത്. Read the whole scriptures. തിരുവചനം പൂർണ്ണമായി വായിക്കുക. Let it complement one another. ഇത് അന്യോന്യം പരസ്പര പൂരകങ്ങളാകണം. And after we have understood it, walk in humility. അത് നാം മനസ്സിലാക്കി താഴ്മയോടെ നാം ജീവിക്കും. Because pride will bring judgment upon us. കാരണം ഈ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ന്യായവിധി കൊണ്ട്. It is important to love the word and interpret the word. ദൈവത്തിൻ്റെതായിട്ടുള്ള വചനം മനസ്സിലാക്കി അതിനെ ശരിയായി നാം മനസ്സിലാക്കേണ്ടത് ആവശ്യം. So don't make cultural traditions into biblical commandments. അതുകൊണ്ട് സാംസ്കാരികമായിട്ടുള്ള രീതികളെ അത് തിരുവചനത്തിന്റെ കൽപ്പനകളാക്കരുത്. Don't take cultural traditions out of biblical context and misinterpret it. തിരുവചനത്തിൻ്റെതായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് സാംസ്കാരികമായിട്ടുള്ള രീതികളെ എടുത്തുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിക്കരുത്. And don't take sides with some scriptures that you like and you want to stand with. നിങ്ങൾക്ക് നിൽക്കാൻ ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ നിൽക്കുവാൻ തക്കവണ്ണം ചില വാക്യങ്ങളെ എടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന പ്രവണതയും അരുത്. So may the Lord give us grace. ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. Father, we thank you for this morning. പിതാവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. We thank you because your grace is available today. അങ്ങയുടേതായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ലഭ്യമാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. I pray for the church, Father, let grace and mercy abound upon the church. കർത്താവേ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ, ദൈവത്തിന്റെ പ്രീതി അത് സഭയിൽ വർദ്ധിക്കട്ടെ. That we will love the word and interpret it in the fear of the Lord. ഞങ്ങൾ ദൈവത്തിൻ്റെതായിട്ടുള്ള ഭയത്തിലും ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹത്തിലും ഈ വചനത്തെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. Not looking for people who will agree with our point of view. ഞങ്ങളുടേതായിട്ടുള്ള ചിന്തയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ അന്വേഷിച്ചുകൊണ്ടല്ല, But in the fear of the Lord, loving the word above everything else. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ദൈവഭയത്തിൽ ദൈവവചനത്തെ സ്നേഹിച്ചുകൊണ്ട് We submit ourselves to your lordship ഞങ്ങൾ അങ്ങയുടേതായിട്ടുള്ള കർത്തൃത്വത്തിന് സമർപ്പിക്കുന്നു. and the supremacy and the leadership of your word. അങ്ങയുടെ വചനത്തിൻ്റെതായിട്ടുള്ള പരമോന്നതമായിട്ടുള്ള ആ നേതൃത്വത്തിനും സമർപ്പിക്കുന്നു. That we will live in the fear of the Lord. ഞങ്ങൾ അങ്ങനെ ദൈവഭയത്തിൽ ജീവിക്കും. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ. Amen and amen. ആമേൻ, ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.